നിങ്ങളുടെ കാർ 15 വർഷം പഴക്കമായോ? ഇനിയിപ്പോൾ ഡൽഹിയിലെ പോലെ നമ്മുടെ നാട്ടിൽ ഫ്യൂവൽ കിട്ടൂലേ, അല്ലെങ്കിൽ ഇത് പൊളിക്കണോ, എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ഫോട്ടോ വെച്ചിട്ടൊരു വാർത്ത കണ്ടു. അതായത് നമ്മുടെ വാഹനങ്ങൾ ഓതറൈസറായിട്ട് സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ 10% മുതൽ 15% വരെയും നികുതിയിൽ ഇളവ് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. നികുതിയിലാണ്, പ്രൈസിലല്ല. ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച്, നമ്മളിപ്പോൾ ഈ വാഹന സംബന്ധമായ വർക്ക്ഷോപ്പിൽ സർവീസ് സെൻറ്റർ, നമ്മൾ സെക്കൻഡ് ഹാൻഡ് സെയിൽസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ 5 അല്ലെങ്കിൽ 6 ലക്ഷം രൂപ, അത് ഏറ്റവും ചെറിയ വാഹനത്തിനാണ്ട വാങ്ങിക്കാൻ പോയാൽ നമുക്ക് കിട്ടാവുന്ന ടാക്സ് ഇളവെന്ന് പറഞ്ഞൊരു 10,000 അല്ലെങ്കിൽ 15,000 രൂപയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ പിള്ളേരൊക്കെ പുറത്തുള്ള ആൾക്കാരും ഓട്ടം കുറവുള്ള ആൾക്കാരെല്ലാവരും ചില വീട്ടിലൊരു വണ്ടി വേണം. അത്യാവശ്യം ഹോസ്പിറ്റൽ കേസുകളോ കാര്യങ്ങളോ ഒക്കെ വന്നാലും വളരെ ലിമിറ്റ്, സ്ഥിരമായിട്ട് ജോലിക്കൊന്നും പോകണ്ടാവില്ല അതിൽ, എന്നാലും വീട്ടിൽ വണ്ടി ഉണ്ടാവും. ഈ വണ്ടികളൊക്കെ ഒരു 15 വർഷം കഴിഞ്ഞാലും 40,000 50,000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ സർവീസ് സെൻ്ററിലൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നതാണ്. പുതിയ വണ്ടികൾ തന്നെ വളരെ നല്ല കണ്ടീഷനിലിരിക്കും. അപ്പോൾ ഈ വണ്ടികളെല്ലാം സ്ക്രാപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതും പുതിയ വണ്ടി വാങ്ങിക്കുന്നതിന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ടാക്സ് ഇളവിൻ്റെ അത്രയും പൈസ മതി നമ്മുടെ സർവീസ് സെൻ്ററിലൊക്കെ ഇതൊരു ടച്ച് ആൻഡ് പോളിഷൊക്കെ നടത്തി ചെയ്യാനും. പുതിയ ടാക്സ് കുറച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ടാക്സും ഇൻഷുറൻസും എല്ലാം അടക്കം ഒരു 20,000 RTO ചാർജസ് വരുന്നുള്ളൂ. ഒരു 10,000 32,000 മുടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് 5 ഇയേഴ്സിൽ വേറെ ലയബിലിറ്റി ഒന്നും ഇല്ലാതെ ഓടിക്കാം. ഇൻഷുറൻസ് എടുക്കണം ഇയർലി, അത് മാത്രമേ ഒരുപാട് എക്സ്ട്രാ ചിലവ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും 15 വർഷം കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, അത് പൊളിച്ച് കളയണമെന്നുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറുന്നത്. അപ്പം നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 15 ഇപ്പോൾ ഇതിൻ്റെ ടാക്സ് കൂട്ടിയാൽ തന്നെ ട്രംപ് കൂട്ടിയ പോലെ $1,00,000 കൂട്ടുള്ള 2,000-3,000 രൂപയോ കൂട്ടുന്നുള്ളൂ. റിന്യൂ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ലാഭകരം എന്നാണ് നമ്മൾ അത്രയും യൂസുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലവർ 5 വർഷം മാത്രം വണ്ടി ഉപയോഗിക്കുകയുള്ളൂ, അതിനുശേഷം പുതിയ, അത് വേറെ ആളുകൾ. ഞാൻ പറയുന്നത് സാധാരണ നമ്മളൊരു ജസ്റ്റ് വീട്ടിലൊരു വണ്ടി വേണം, അത്യാവശ്യ കാര്യങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന് പറയണം. അതുപോലെ ആദ്യമായിട്ട് വണ്ടി വാങ്ങിക്കുമ്പോൾ 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ മുടക്കി അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷമൊക്കെ മുടക്കി വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും ഈ 15 വർഷത്തിൻ്റെ പഴക്കമൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സുഖകരമായിട്ട് ചെറിയൊരു പൈസ കൂടെ മുടക്കി 15 വർഷം കഴിഞ്ഞാൽ വണ്ടി റിന്യൂ ചെയ്ത് ഉപയോഗിക്കാം. 5 വർഷം കഴിഞ്ഞാൽ വണ്ടി നന്നായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വീണ്ടും റിന്യൂ ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ മറ്റേ ദിലീപിൻ്റെ സിനിമയിലെ വണ്ടി പോലെയൊക്കെ മോശം വണ്ടിയാണെങ്കിൽ അത് സ്ക്രാപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ നല്ല കണ്ടീഷനിലിരിക്കുന്ന വണ്ടികൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സ്ക്രാപ്പും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഫീസ് അടച്ച് സുഖകരമായിട്ട് ഉപയോഗിക്കും. ഭയം വേണ്ട, ജാഗ്രത മതി. നമ്മുടെ കാറുകൾ നമ്മൾ നീറ്റായിട്ട് സൂക്ഷിക്കുക. അതിനുവേണ്ടി നമുക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആളുകൾ അങ്ങനെ ഒരു 15 വർഷം കഴിഞ്ഞാൽ വണ്ടി പൊളിച്ചു കളയണം എന്നുള്ളൊരു പേടി ആ ന്യൂസ് കണ്ടാൽ തോന്നും.